ഹലോ പീപ്പിൾ, ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 മെയ് 16 എസ് പ്രേമാനന്ദ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഹൊറർ കോമഡി ചിത്രമാണ് DD നെക്സ്റ്റ് ലെവൽ. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് സന്താനം, മൊട്ട രാജേന്ദ്രൻ, പിന്നെ ഗൗതം വാസുദേവ് മേനോനൊക്കെയാണ്. സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത്, ഈ സിനിമയിലെ റിവ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. സിനിമയ്ക്കെതിരെ പറയുന്ന കുറച്ച് റിവ്യൂസിനെ, സിനിമ മോശമാണ്, ലാഗാണ് എന്നൊക്കെ പറയുന്ന റിവ്യൂസിനെ അവരുടെ വീട്ടിൽ ഒരു ഗിഫ്റ്റ് വെച്ചതിന് ശേഷം ഒരു തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ സാധാരണ ഒരു തിയേറ്റർ അല്ല, അത് ഗോസ്റ്റ് ഉള്ളൊരു തിയേറ്ററാണ്, പ്രേതമുള്ള ഒരു തിയേറ്ററാണ്. ആ തിയേറ്ററിൽ ഒരു സിനിമയിൽ ഇവരെല്ലാവരും കൂടെ ചേർക്കണ റിവ്യൂസിനെ, എന്നിട്ട് അവരൊരു ഗെയിം പോലെ കളിക്കുന്ന കഥയൊക്കെയാണ് സിനിമയുടെ മെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ആ ഗെയിമിൽ നിന്ന്, ആ സിനിമയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ള കഥയൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. എന്നാൽ അത്യാവശ്യം ബോറും ഉണ്ടെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ് സന്താനത്തിന്റെ DD നെക്സ്റ്റ് ലെവൽ എന്നുള്ള സിനിമ. മൊട്ട രാജേന്ദ്രനും പിന്നെ സന്താനമായിട്ടുള്ള കോമഡികൾ എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ചിലതൊക്കെ പാളിപ്പോയിട്ടുണ്ടെന്നും ചിലതൊക്കെ വർക്കൗട്ട് ആയിട്ടുമുണ്ട്. പിന്നെ ഗൗതം വാസുദേവ് മേനോൻ അത് കൊള്ളായിരുന്നു സംഭവമൊക്കെ. ചിലത് കോപ്പിയുടെ ഉണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ മഞ്ഞുൽ ബോയ്സിലെ സിനിമയിൽ കോപ്പിയുടെ ഉണ്ട്, ലൂസ് അടിക്കാൻ പറയുന്നത്. പിന്നെ റോങ് ടൈം സിനിമയിലെ കോപ്പി എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ സംഭവങ്ങൾ തന്നെയാണെങ്കിൽ പോലും സിനിമ അത്ര എത്തിയിട്ടില്ല. പക്ഷെ മാന്യമായി കണ്ടിരിക്കാൻ പറ്റിയ ഒരു സന്താനം പടം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിപ്പോ C5 എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ ഓക്കെയാണ്, എന്നാൽ അത്ര കൂറ സിനിമയല്ല. ഇത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമാകാം, ചിലപ്പോൾ യോജിക്കാതിരിക്കാം, അങ്ങനെയായിരിക്കും. ഓരോരുത്തരുടെ റിവ്യൂ വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഇത്രയൊക്കെയുള്ളൂ DD നെക്സ്റ്റ് ലെവൽ എന്നുള്ള സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദിയുണ്ട്.